നമസ്കാരം. വി ഡി സതീശൻ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നത് തൻ്റെ വാക്ചാതുര്യം കൊണ്ടാണ്. വി ഡി KSU പ്രവർത്തകനായിരുന്നപ്പോൾ മുതൽ പ്രസംഗത്തിൽ പ്രഗത്ഭനായിരുന്നു. അക്കാലത്ത് കേരളത്തിൽ എവിടെ നടക്കുന്ന പ്രസംഗ മത്സരങ്ങളിലും വി ഡി പങ്കെടുക്കുമായിരുന്നു. സമ്മാനം ഉറപ്പായിരുന്നു. ആ വാക്ചാതുരി വി ഡിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. വാക്ചാതുരിയിൽ മാത്രം വിശ്വസിക്കാതെ കഠിന പ്രയത്നം ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ വി ഡി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. വി ഡി കേരളീയ സമൂഹത്തിന് സ്വീകാര്യനായ നേതാവായി മാറുന്നത് 2006-2011 കാലഘട്ടത്തിൽ പ്രതിപക്ഷത്ത് പ്രവർത്തിച്ചപ്പോഴാണ്. ഉമ്മൻചാണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവ്. കാര്യങ്ങൾ കൃത്യമായി പറയണമെങ്കിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ വെള്ളം കുടിപ്പിക്കണമെങ്കിൽ വി ഡി വേണം എന്ന് തിരിച്ചറിഞ്ഞ ഉമ്മൻചാണ്ടി ആവശ്യത്തിലധികം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെയാണ് അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കുമായി ഏറ്റുമുട്ടുന്നതും തോമസ് ഐസക്ക് തൻ്റെ അമിതമായ ആത്മവിശ്വാസത്തിൽ വി ഡിയെ സംവാദത്തിന് ക്ഷണിക്കുന്നതും. പ്രസ് ക്ലബ്ബിൽ വെച്ച് ലോട്ടറി മാഫിയെക്കുറിച്ച് നടത്തിയ സംവാദത്തിൽ 8 നിലയിൽ പൊട്ടിത്തകരുന്ന തോമസ് ഐസക്കിനെയാണ് നമ്മൾ കണ്ടത്. ആ സംവാദമാണ് വി ഡി സതീശിനെ മുൻനിരയിലേക്ക് എത്തിച്ചത്. പക്ഷേ എന്നിട്ടും 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ വി ഡി സതീശൻ വെട്ടപ്പെട്ടു. വെട്ടപ്പെടുക എന്നത് വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലത്തും സംഭവിച്ച ദുരന്തമായിരുന്നു. 2021 സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോഴും പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കാൻ തൻ്റെ വാക്ചാതുരി കൊണ്ട് വിജയം വരിച്ചു. നിയമസഭയിൽ വി ഡി സതീശൻ എണീറ്റ് നിന്നാൽ പിണറായി വിജയൻ്റെ മുഖം അസ്വസ്ഥമാകുമായിരുന്നു. ഒട്ടേറെ തവണയാണ് പിണറായി പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. പേടിച്ചെന്ന് പറഞ്ഞേക്കെ എന്ന നിലപാടായിരുന്നു വി ഡി സതീശൻ എടുത്തത്. സഭയ്ക്ക് പുറത്ത് കാര്യമായ സമരപരിപാടികൾ നടത്താനോ മറ്റ് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനോ വി ഡി സതീശൻ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ സതീശൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് ജനം അറിയാതിരുന്നത് സതീശൻ്റെ സഭയിലെ അസാധാരണമായ പ്രകടനം കൊണ്ടാണ്. സാധാരണഗതിക്ക് പ്രതിപക്ഷ നേതാക്കൾ മുഖ്യമന്ത്രി നേരിടുന്നത് അല്പം ആദരവോടെയാണ്. ആ ആദരവ് പിണറായി വിജയൻ ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ വി ഡി സതീശൻ ആദരവ് കൊടുത്തില്ല. മാസ് സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ ഇക്കൊരു വി ഡി സതീശനെ തോൽപ്പിക്കണമെന്നത് ഇടതുമുന്നണിയുടെ വാശിയായിരുന്നു. നുണേശൻ കഥകൾ എന്ന പേരിൽ അവർ വി ഡി സതീശനെതിരെ നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്നു. വി ഡി സതീശൻ പറയുന്നതെല്ലാം നുണയാണ് എന്ന് വരുത്തി തീർക്കാൻ തീവ്രമായ ശ്രമം നടന്നു. MV നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള സൈബർ ആക്രമണം അഴിച്ചുവിട്ടു. പക്ഷെ അതൊക്കെ വല്ലഭന് പുല്ലുമായുധം എന്ന നിലയിൽ കൈകാര്യം ചെയ്യാൻ സതീശന് കഴിഞ്ഞു. ആ പോരാട്ടത്തിനൊടുവിലാണ് 10 വർഷം പിണറായി വിജയൻ എന്ന കസേരയിലേക്ക് സതീശൻ ആവിഷ്ടനായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി നടക്കുമ്പോൾ ആര് മുഖ്യമന്ത്രിയായാലും സതീശനാവരുതേ എന്ന വാശി സുകുമാരനാർക്കും വെള്ളാപ്പള്ളിക്കും ഉള്ളതുപോലെ തന്നെ CPM ഉണ്ടായിരുന്നു. കാരണം സതീശനെ നേരിടുക പ്രയാസമാണെന്ന് കൃത്യമായി പിണറായിക്കറിയാം. പക്ഷേ പറഞ്ഞിട്ട് എന്ത് കാര്യം? സതീശൻ ആ കസേരയിൽ തന്നെ എത്തി. പിണറായി ഇരുന്ന കസേരയിലേക്ക് സതീശൻ എത്തുമ്പോൾ സതീശൻ ഇരുന്ന കസേരയിലേക്ക് പിണറായിയും എത്തുകയാണ്. എല്ലാവരും കരുതിയത് ഈ വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിയായി പിണറായി രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ്. സതീശൻ അങ്ങനെയായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത്. പിണറായി അതിനെ പരിഹസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാണം കെട്ട് സതീശൻ്റെ കസേരയിൽ വന്നിരുന്ന് വാദപ്രതിവാദം നടത്താൻ ഒരു ബാല്യം ബാക്കിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് പിണറായി പിന്മാറുമെന്നായിരുന്നു പ്രതീക്ഷ. ഇത് തന്നെയായിരുന്നു CPMൻ്റെ ആഗ്രഹവും. കാരണം പിണറായി 10 വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച ശീലങ്ങളൊക്കെ മറികടക്കണം. ധാർഷ്ട്യത്തിൻ്റെയും സ്വജനപക്ഷപാതത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ പാത കൈവെടിഞ്ഞ് എളിമയുടെയും നന്മയുടെയും കാലത്തേക്ക് മാറണം. മഹാഭാഗ്യത്തിന് പിണറായിയുടെ പൃഷ്ഠം താങ്ങി നടന്ന ഒട്ടുമിക്ക മന്ത്രിമാരും നേതാക്കളും തോറ്റമ്പി. പിണറായിസ്ത്യ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കാതെ മാന്യത പുലർത്തിയ ഏക നേതാവായ KN ബാലഗോപാൽ കഷ്ടിയാണെങ്കിലും ജയിച്ചു വന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരു പേര് ഉണ്ടാവുകയില്ല. പക്ഷേ ഇന്നലെ സംഭവിച്ചത് എന്താണ്? CPMൻ്റെ സംസ്ഥാന സമിതി ചേർന്ന് പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. നോക്കൂ, ഈ മഹാതോൽവിയുടെ ഉത്തരവാദിയാണ് പിണറായി വിജയൻ. ജനങ്ങൾ വോട്ട് ചെയ്തത് പിണറായിക്കെതിരാണ്, ഇടതുപക്ഷത്തിനോ CPMനോ എതിരല്ല. പിണറായിയുടെ ധാർഷ്ട്യത്തിനെതിരായതുകൊണ്ടാണ് ധർമ്മടത്ത് പോലും ആദ്യ 6 റൗണ്ടിൽ പിണറായി പിന്നോട്ട് പോയത്. അതുകൊണ്ടാണ് CPMൻ്റെ കോട്ടക്കൊത്തളങ്ങളായ പേരാമ്പ്രയും തൃക്കരിപ്പൂരും പയ്യന്നൂരും തളിപ്പറമ്പും വീണത്. പാർട്ടി പ്രവർത്തകരുടെ സ്വാഭാവിക ഹിതത്തെ മറികടന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറിയുടെ അഹങ്കാരിയായ ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ എതിരെ വോട്ട് ചെയ്തത് പാർട്ടിക്കാരാണ്. രക്തസാക്ഷി ഫണ്ട് പോലും മോഷ്ടിച്ച പിണറായി നേതാവിനെതിരെ വോട്ട് ചെയ്ത് CPM ഗ്രാമത്തിൽ തോൽവി ഉറപ്പാക്കിയത് പാർട്ടി പ്രവർത്തകരാണ്. ഈ വൃത്തികേടുകളെല്ലാം ചെയ്തതിന് നേതൃത്വം കൊടുത്ത പിണറായി എണീറ്റ് നടക്കാൻ ആരോഗ്യമില്ലാതിരുന്നിട്ടും താനല്ലാതെ മറ്റാരുണ്ടേ എന്ന് ഉളുപ്പില്ലാതെ മുദ്രാവാക്യം എഴുതി പ്രചരണം നടത്തി തോറ്റമ്പിയ പിണറായി വീണ്ടും വന്നിരിക്കുന്നു താനല്ലാതെ മറ്റാരുണ്ടേ എന്ന് ചോദിച്ച്. CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പുനർജന്മം കൊടുക്കാൻ
പാർട്ടി അണികൾ ആഗ്രഹിച്ചിട്ടും പിണറായി സമ്മതിക്കുന്നില്ല. പാർട്ടിയെ നവീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകർ കണ്ണീരോടെ വോട്ട് ചെയ്ത് പുറത്താക്കിയിട്ടും പിണറായി ഇറങ്ങിപ്പോകുന്നില്ല. കാരണം പിണറായിക്ക് അധികാരമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി 5 കൊല്ലം കൂടി തനിക്ക് ആയുസ് ബാക്കി ഉണ്ടാവില്ല എന്ന് രോഗാതുരനായ പിണറായിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അധികാര കസേരയിൽ ഇരുന്ന് വേണം മരണം സ്വീകരിക്കാൻ എന്ന് പിണറായി മനസ്സ വരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പാർട്ടിയെ ഉയർത്തെഴുന്നേൽക്കാൻ സമ്മതിക്കാതെ പിണറായി വി ഡി സതീശന്റെ കസേരയിൽ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വി ഡി സതീശനെ ഇത്രയധികം പരിഹസിച്ച ആ കസേരയിൽ പോയി ഇരിക്കുമോ, തൻ്റെ കസേര വി ഡിക്ക് വിട്ടുകൊടുത്തിട്ട്? പക്ഷെ പിണറായിയുടെ മുമ്പിൽ ഇതൊന്നും വിഷയമേ അല്ല. തനിക്ക് അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. തനിക്ക് അകമ്പടി വാഹനങ്ങൾ വേണം. തനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ലൈറ്റ് വെച്ച് കറങ്ങുന്ന വണ്ടി വേണം. തനിക്ക് താമസിക്കാൻ സർക്കാരിൻ്റെ ആഡംബര ബംഗ്ലാവ് വേണം. തന്നെ ശുശ്രൂഷിക്കാൻ സർക്കാർ ശമ്പളത്തിൽ 30 ജീവനക്കാരെങ്കിലും വേണം. ഇതൊക്കെ ലഭിക്കുന്ന ഏക അവസരം പ്രതിപക്ഷ നേതൃസ്ഥാനമായതുകൊണ്ട് ഒരു നാണവുമില്ലാതെ ലജ്ജയുമില്ലാതെ ഈ പാർട്ടിയെ നാശകോശമാക്കി പിണറായി കസേരയിൽ പോയിരിക്കുന്നു. എന്തൊരു ഗതികേടാണ് CPM ഓർത്ത് നോക്കൂ. ആ പാർട്ടിയിലെ ഒരുത്തനും ഇതുവരെ നട്ടെല്ല് തിരിച്ചു കിട്ടിയിട്ടില്ല. 18 വർഷം പാർട്ടി സെക്രട്ടറി പദവിയിലിരുന്ന് ആ പാർട്ടി മുഴുവനായി വിഴുങ്ങി തൻ്റെയും തൻ്റെ മക്കളുടെയും താല്പര്യത്തിന് വേണ്ടി മാറ്റിമറിച്ച പിണറായിയോട് ഇന്നും അധികാരഭ്രഷ്ടനായിട്ടും സഖാക്കൾക്ക് എണീറ്റ് മാറണോ എന്ന് പറയാൻ ധൈര്യമില്ല. ആർക്കും പിടികിട്ടാത്തത് പിന്നെ എന്തിനാണ് പിണറായി 4500 സ്ക്വയർ ഫീറ്റുള്ള ഒരു ആഡംബര വസതിയിലേക്ക് താമസം മാറിയത് എന്നാണ്. കണ്ടോൺമെൻറ് ഹൗസ് അവിടെ കിടപ്പുണ്ടല്ലോ. പിന്നെ അത് പോരാഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഒരു ആഡംബര വസതിയിലേക്ക് താമസം മാറിയത്? വരുന്ന 5 വർഷവും ആസൂത്രണങ്ങൾ നടത്തി പാർട്ടിയെ മുച്ചൂടും മുടിപ്പിച്ച് കയ്യിൽ കൊടുക്കാമെന്ന് ആർക്കെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ പിണറായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ തവണത്തെ 99 സീറ്റിൽ നിന്നും 35 സീറ്റ് എന്ന നാണക്കേടിലേക്ക് തള്ളിവിട്ടിട്ടും ആ കസേരയിൽ കയറിയിരുന്ന് പാർട്ടിയെയും മുന്നണിയെ നയിക്കാൻ നാണമില്ലേ പിണറായിക്ക്? ചോദിക്കാൻ നട്ടെല്ലുള്ള ഒരുത്തനും ആ പാർട്ടിയിൽ ഇല്ലാത്തിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കൂ. ജിതിൻ കെ ജേക്കബ് എഴുതിയതുകൂടി കേൾക്കുക. അധികാരമില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ അയാൾക്ക് കഴിയില്ല. പ്രതിപക്ഷ നേതാവെങ്കിൽ അങ്ങനെ. പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗിക വസതിയുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, പോലീസ് എസ്കോർട്ട്, പേഴ്സണൽ സ്റ്റാഫ്, അഡീഷണൽ സെക്രട്ടറി, മറ്റു ജീവനക്കാർ എന്നിവരൊക്കെ അടങ്ങിയ വലിയൊരു പരിവാരമുണ്ട്. പോരാത്തതിന് ക്യാബിനറ്റ് പദവിയുമുണ്ട്. വെറുതെ ഒരു MLA ആയി നിയമസഭയിൽ വന്നിരിക്കുന്ന കാര്യം അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്റ്റാലിനെയും മമതയും പോലുള്ള മറ്റ് ഏകാധിപതികൾ തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇയാൾ കഷ്ടിച്ച് കടന്നുകൂടി. അത് അയാളുടെ മാത്രം നിർഭാഗ്യമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആകെ നിർഭാഗ്യമായി പോയി. തെരഞ്ഞെടുപ്പിൽ തോറ്റിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടതുപോലത്തെ ഏതെങ്കിലും ആഡംബര വീട്ടിലോട്ട് മറ്റു താമസം മാറിയേനെ. പാരീസിലെ ഒരു ഹോട്ടലിൽ ഒരു രാത്രി താമസിക്കാൻ 10 ലക്ഷം രൂപ വിലയുള്ള ആഡംബര ഹോട്ടലിൽ താമസിച്ചു എന്ന ആരോപണമുള്ള ആൾക്ക് ആ നിലവാരത്തിൽ നിന്ന് താഴാൻ പറ്റുമോ? 82 വയസ്സായി അധികാരമോഹിക്ക് വേണ്ടി എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഇനിയും ചെലവഴിക്കണം എന്നോർക്കുമ്പോൾ CPM എന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടില്ല. ഇപ്പോഴും സ്തുതിപാഠകരുടെ വാഴ്ത്തിപ്പാടലുകൾ തുടരുന്നു. പാർട്ടിയിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി മാറിക്കൊടുക്കാമായിരുന്നില്ലേ എന്നൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയോട് ചോദിക്കാൻ പാടില്ല. അധികാരം സ്വയമേ വിട്ടൊഴിഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികളുടെ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. അയാൾ മൊഴിയില്ല. അധികാരമില്ലാതെ പരിവാരങ്ങളും ആഡംബരങ്ങളുമില്ലാതെ അയാൾക്ക് പറ്റില്ല. ജീവിതകാലം മുഴുവൻ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അയാൾ സുഖലോലുപതയിൽ ജീവിക്കും. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുത്തനും സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും കമ്മ്യൂണിസം എന്ന പ്രാകൃതാശയം നടപ്പാക്കില്ല. ചരിത്രം ഇവിടെയും ആവർത്തിക്കുകയാണ്. മരണം വരെ അയാളെ നമ്മൾ തീറ്റിപ്പോറ്റണം. ഇഷ്ടമല്ലെങ്കിൽ കൂടി ആ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവും.